ഇതിൽ ലീഗിന്റെ അടക്കം പ്രതികരണങ്ങൾ വരേണ്ടതുണ്ട്. മുബഷീർ തുടരുന്നു. മുബഷീർ, ഇപ്പോൾ നേരിയ ഭൂരിപക്ഷത്തിലുള്ള വിജയമായിരുന്നു, പക്ഷേ ആ വിജയം ആധികാരികമാണ് എന്ന് ഹൈക്കോടതി തന്നെ ഇപ്പോൾ വ്യക്തമാക്കുകയാണ്. എങ്ങനെയാണ് ലീഗ് പ്രതികരണം? ലീഗിന് ഈ കേസിൽ നല്ല ആത്മവിശ്വാസം ഉണ്ടായിരുന്നു? തീർച്ചയായും സ്മൃതി, മുസ്ലിം ലീഗ് വലിയ ആത്മവിശ്വാസം തന്നെയായിരുന്നു തുടക്കം മുതൽ ഉണ്ടായിരുന്നത്. PK കുഞ്ഞാലിക്കുട്ടിയുടെ പ്രതികരണമൊക്കെ തന്നെ ആ ഘട്ടത്തിൽ അങ്ങനെ തന്നെയായിരുന്നു. കാരണം മണ്ഡലത്തിലെ ജനങ്ങളാണ് അവിടെയുള്ള മുസ്ലിം ലീഗിന്റെ ജനപ്രതിനിധിയായി അല്ലെങ്കിൽ പ്രതിനിധിയായി നജീബ് കാന്തപുരത്തെ MLA ആയി തെരഞ്ഞെടുത്തത്. ഇത്തരത്തിലുള്ള വിവാദങ്ങൾ കൊണ്ടൊന്നും അവസാനിപ്പിക്കാൻ കഴിയുന്നതല്ല. ജനങ്ങൾ സമ്മതിദാനാവകാശം ഉപയോഗിച്ച് തെരഞ്ഞെടുത്തൊരു ജനപ്രതിനിധിയെ ഈ നിലയിലുള്ള വിവാദങ്ങളിലൂടെ ഒതുക്കിക്കളയാൻ സാധിക്കില്ലെന്നുള്ളൊരു ശുഭാപ്തി വിശ്വാസം അന്ന് തന്നെ മുസ്ലിം ലീഗിനുണ്ടായിരുന്നു. അത് പ്രകടമാക്കുന്ന അല്ലെങ്കിൽ അത് വിളിച്ചോന്ന രീതിയിലുള്ള ഒരു വിധി ഈ ഒരു ഘട്ടത്തിൽ വന്നിരിക്കുന്നു എന്നുള്ളതാണ്. നേരത്തെ നജീബ് കാന്തപുരവും അത് ആവർത്തിച്ച് പറയുന്നുണ്ട്. പാർട്ടിക്ക് ഇക്കാര്യത്തിൽ കൃത്യമായ ആത്മവിശ്വാസം ഉണ്ടായിരുന്നു എന്നുള്ളതാണ്. എന്തായാലും വിധി വന്ന പശ്ചാത്തലത്തിൽ മുസ്ലിം ലീഗിന്റെ ദേശീയ ജനറൽ സെക്രട്ടറി PK കുഞ്ഞാലിക്കുട്ടി, സാദിഖ് അലി തങ്ങൾ ഉൾപ്പെടെയുള്ളവരുടെ പ്രതികരണം നമുക്ക് അല്പസമയത്തിനുള്ളിൽ പ്രതീക്ഷിക്കാൻ സാധിക്കും. നിലവിൽ അവർ കോഴിക്കോട് ജില്ലയിലാണുള്ളത്. എന്തായാലും ഈ ഒരു വിധിയുമായി ബന്ധപ്പെട്ട് നാടകീയമായ കോടതി വരെ കയറേണ്ടി വന്ന ഈ വോട്ടുമായി ബന്ധപ്പെട്ട ഈ സംഭവത്തിലേക്ക് നമ്മൾ കടക്കുമ്പോൾ അതൊന്ന് പരിശോധിക്കുമ്പോൾ സാങ്കേതിക പിഴവുകൾ ചൂണ്ടിക്കാട്ടിയായിരുന്നു എണ്ണാതെ മാറ്റിവശം 348 വോട്ടുകളെ ചൊല്ലിയായിരുന്നു പെരിന്തൽമണ്ണ നിയമസഭാ തെരഞ്ഞെടുപ്പ് വിധി അന്ന് കോടതി കയറുന്നത്. ഇതോടെ 3 പെട്ടികളിലാക്കി ഇവ പെരിന്തൽമണ്ണ സബ് ട്രഷറിയിലെ സ്ട്രോങ് റൂമിലായിരുന്നു സൂക്ഷിച്ചിരുന്നത്. ഹൈക്കോടതി സംരക്ഷണത്തിലേക്ക് ബാലറ്റ് വോട്ടുകൾ മാറ്റണമെന്ന ഉത്തരവ് നടപ്പാക്കാനായിരുന്നു സ്ട്രോങ് റൂം തുറന്നപ്പോൾ അന്ന് ഒരു പെട്ടി കാണാനില്ലെന്നൊരു വിവരം പുറത്തു വരുന്നത്. അത് ഏറെ ഞെട്ടിപ്പിക്കുന്നതായിരുന്നു. കാരണം ഏറെ വിവാദങ്ങൾക്ക് കാരണമായ അല്ലെങ്കിൽ പിന്നീട് കോടതി നടപടികൾക്ക് ഉൾപ്പെടെ കാരണമായ ആ സ്ട്രോങ് റൂമിൽ സൂക്ഷിച്ചിരുന്ന ഒരു പെട്ടി കാണാതാകുന്നു. അതിൽ പലതരത്തിലുള്ള രാഷ്ട്രീയ ആരോപണ പ്രത്യാരോപണങ്ങൾ ഉണ്ടാകുന്നു. പിന്നീട് തിരച്ചിലിന് അവസാനം കണ്ടെത്തിയത് മലപ്പുറത്തെ സഹകരണ ജോയിന്റ് രജിസ്ട്രാറുടെ ഓഫീസിൽ നിന്നായിരുന്നു ഈ ഒരു പെട്ടി കണ്ടെത്തിയത്. വിഷയത്തിൽ തെരഞ്ഞെടുപ്പ് കമ്മീഷനും പോലീസിനും നജീബ് കാന്തപുരം MLA പരാതി അന്ന് ആദ്യഘട്ടത്തിൽ നൽകുന്നു. മറ്റൊരിടത്ത് നിന്ന് ബാലറ്റ് പെട്ടി കണ്ടെത്തിയത് ദുരൂഹമായിരുന്നെന്നായിരുന്നു അന്ന് നജീബ് കാന്തപുരം ചൂണ്ടിക്കാണിച്ചിരുന്നത്. ഇക്കാര്യത്തിൽ ഗൗരവമായ അന്വേഷണം വേണമെന്നും അവർ ചൂണ്ടിക്കാണിച്ചിരുന്നു. മറുഭാഗത്തെ LDFന്റെ സ്വതന്ത്ര സ്ഥാനാർത്ഥിയായി മത്സരിച്ചിരുന്ന KPA മുസ്തഫയും ഇതിനെതിരെ ആരോപണവുമായി രംഗത്ത് വന്നു. തപാൽ വോട്ട് പെട്ടി കാണാതെ പോയതിൽ ആശങ്കയുണ്ടെന്ന് അവർ ആ ഒരു ഘട്ടത്തിൽ LDF വ്യക്തമാക്കുന്നു. ക്രമക്കേട് നടന്നിട്ടുണ്ടോ എന്ന് പരിശോധിക്കണമെന്ന് വ്യക്തമാക്കിയതുകൂടെ ഇതുമായി ബന്ധപ്പെട്ട വിവാദങ്ങൾ വീണ്ടും ആരംഭിക്കുന്ന ഒരു സാഹചര്യമായിരുന്നു അന്നുണ്ടായിരുന്നത്. കേസ് കൊടുക്കുമ്പോൾ സുരക്ഷ സംബന്ധിച്ച് ആശങ്കയുണ്ടാകുമെന്ന് അദ്ദേഹം ആ ഒരു ഘട്ടത്തിൽ തന്നെ വ്യക്തമാക്കിയിരുന്നു. കാരണം ഈ ഒരു ബാലറ്റ് പെട്ടി മോഷണം പോയ പശ്ചാത്തലത്തിൽ തന്നെ കേസുമായി ബന്ധപ്പെട്ട തുടർ നടപടികളിലേക്ക് കടക്കുമ്പോൾ ഇത് മറ്റൊരു മേഖലയിൽ നിന്നും കണ്ടെത്തിയത് കൊണ്ട് തന്നെ അതിൽ സൂക്ഷിച്ചിരിക്കുന്ന വോട്ടുകളിൽ എന്തെങ്കിലും കുറവ് വരുമോ, തനിക്ക് ഉണ്ടാകുമോ എന്നൊരു ആശങ്കയൊക്കെ തന്നെ അന്ന് LDF സ്ഥാനാർത്ഥിയായിരുന്ന KPA മുസ്തഫയും പ്രകടമാക്കിയിരുന്നു. അതിനുശേഷം മാസങ്ങളായി തുടർച്ചയായി നടന്നുകൊണ്ടിരുന്ന നിയമ പോരാട്ടങ്ങൾ 38 വോട്ടുകൾക്കായിരുന്നു നജീബ് കാന്തപുരം പെരിന്തൽമണ്ണയിൽ വിജയിച്ചത്. സാങ്കേതിക പിഴവുകൾ ചൂണ്ടിക്കാട്ടി അസാധുവാക്കിയ ബാലറ്റ് വോട്ടുകൾ എണ്ണണമെന്നാവശ്യപ്പെട്ടായിരുന്നു ഹൈക്കോടതിയെ സമീപിച്ചത്. ഹൈക്കോടതിയിൽ നിന്ന് നജീബ് കാന്തപുരത്തിന് അനുകൂലമായ വിധിയാണ് ഇപ്പോൾ വന്നിരിക്കുന്നത്. നജീബ് കാന്തപുരം MLA ആയി തുടരാം, അയോഗ്യതയില്ല എന്നുള്ളതാണ് ഹൈക്കോടതി വിധി.